ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഒഴിവാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ചോദിക്കൂ, എല്ലാവരും പറയാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാനാ അല്ലേ? ഏതെങ്കിലും പ്രശ്നം സംസാരിച്ച് തീർന്ന് നിങ്ങൾ കണ്ടണോ? ഉണ്ടോ? നിങ്ങളും ഭാര്യയും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം, രണ്ടാളും കൂടി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ നാട്ടുകാർ ഫുള്ള് കൂടും വീടിനെ ചുറ്റും. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ? ഇത് സംസാരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം വികാരം അതിൽ കൂടും എന്നതാണ്. വികാരം കൂടുമ്പോഴുള്ളൊരു പ്രശ്നം വിവേകം കുറയും എന്നാണ്. അപ്പോൾ വികാരം കൂടും, വിവേകം കുറയും. അപ്പോൾ ഏറ്റവും നല്ല പണി എന്താണെന്നറിയോ? നിങ്ങളിപ്പം മിണ്ടണ്ട, നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല, ഇല്ല, എന്താ നിന്റെ പ്രശ്നം? ഉണ്ട്, ഇപ്പം പറയണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബെസ്റ്റ് പരിപാടി എഴുതുക എന്നുള്ളതാണ്. ഭർത്താവിനോട് പറയാനുള്ളത് മുഴുവൻ എഴുതി കൊടുത്തു. നിങ്ങൾ എഴുതുമ്പോഴൊരു പ്രശ്നം എന്താ അറിയോ? നിങ്ങളിങ്ങനെ എഴുതും, വൃത്തികെട്ട ഒരു മനുഷ്യനാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കും, വൃത്തികെട്ട മനുഷ്യനാണ് നിങ്ങൾ. വൃത്തികെട്ടാന്ന് വേണ്ട, മനുഷ്യനാണ് നിങ്ങൾ, അത്ര മതി. അപ്പോൾ എഴുതി കഴിയുമ്പോൾ, പക്ഷെ ഇത് പറയുമ്പോൾ എന്താ പ്രശ്നം? ഇത് പറഞ്ഞു കഴിഞ്ഞില്ലേ, വൃത്തികെട്ട ഭാഗങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് ആ വൃത്തികെട്ടാന്ന് വായിക്കാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞില്ലേ. എറിഞ്ഞ കല്ലും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. എറിഞ്ഞ് ഇനി ഓടിച്ചെന്ന് പിടിക്കാൻ കഴിയില്ലല്ലോ, പോയി. വാവിട്ട വാക്കും പോയി. എഴുതിയാലോ? നിങ്ങളിങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? ഞാൻ ഒരു കഥ കേട്ടു. കഥ എങ്ങനെയാണ്? ലോകപ്രസിദ്ധനായ ഒരു പ്രാസംഗികൻ, വളരെ ഫേമസ് ആയ ഒരു പ്രാസംഗികൻ, അയാൾ മനോഹരമായി പ്രസംഗിക്കും. അയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിച്ചു. ഭയങ്കര പ്രസംഗം കഴിഞ്ഞ് ഇയാൾ വണ്ടിയിൽ കയറി തിരിച്ചു പോയി. ഇയാൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു കത്ത് കിട്ടുകയാണ്. കത്ത് പണ്ടത്തെ കാല, അന്ന് കത്തിൻ്റെ കാല, ഈ പിന്നെ കമൻറ്റിൻ്റെ കാലമല്ല, ഇപ്പം കമൻ്റ് ഇട്ട ആളാണ്. കത്ത് തുറന്ന് ഇയാൾ വായിച്ചു നോക്കിയപ്പോൾ ആ കത്തിൽ ഒരു കുട്ടി, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഈ മനുഷ്യനോട് ആ കുട്ടി പറയാണ്, എന്ത് വൃത്തിയട്ട പ്രസംഗങ്ങളെ പ്രസംഗം, മഹാപോക്ക്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല, ഒരു വരി പോലും ആ പ്രസംഗത്തിൽ എടുക്കാൻ പറ്റില്ല, ഇത്ര വൃത്തിയുടെ പ്രസംഗം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആ കുട്ടി എഴുതി വെച്ചു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രസംഗം നിർത്താന്നല്ലേ. ഈ കത്ത് വായിച്ചാൽ സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ എന്തായിരിക്കും തോന്നുക? സന്തോഷം തോന്നുമോ? ഇയാൾക്കങ്ങ് ദേഷ്യം പിടിച്ചു. ദേഷ്യം കണ്ട് തിളച്ച് കയറി. ഒരു കുട്ടി എന്നോട് പറയുകയാണേ, 40-45 വയസ്സുള്ള എന്നോട്, പ്രസംഗിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നോട് പറയുന്നത് നിർത്താനായിന്ന്, അവളെ ശരിയാക്കണം. ആ കുട്ടീൻ്റെ അഡ്രസ്സ് ഉണ്ട് താഴെ. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന് കയ്യെ കണ്ട് കെട്ടിയിട്ട് എന്നെടുത്തൊരു കത്ത് കെട്ട എഴുതി, അല്ലേ? വൃത്തികെട്ട കുട്ടി, എന്താ നിന്റെ വിചാരം? നിനക്ക് എന്തിൻ്റെ കേടാ? ഫുള്ള് തെറി പ്രശ്നങ്ങൾ. എന്നിട്ട് ആ കത്ത് മടക്കി കവറിലിട്ടിട്ട് ഇയാൾ ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പോസ്റ്റ് ചെയ്യണം, ആ കുട്ടീനെ ശരിയാക്കി തരാം. ഡ്രൈവർ പറഞ്ഞു, ഓ പോസ്റ്റ് ചെയ്യാന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ കാറിൽ പോകുമ്പോൾ പറഞ്ഞു, സാറേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നിങ്ങളൊരു കത്ത് തന്നില്ലായിരുന്നോ? ആ, ഞാനത് പോസ്റ്റ് ചെയ്യാൻ മറന്നു, ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കാറിൽ നിന്ന് ആലോചിച്ചു, വേണ്ട, നീ ആ കത്തിൻ്റെ എടുത്താ, അത് ഇന്ന് പോസ്റ്റ് ചെയ്യണ്ട, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. അയാൾ 2 ദിവസം കഴിഞ്ഞ് ഈ കത്ത് വീട്ടിൽ ചെന്ന് പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അയാൾ ചിന്തിച്ചു, എന്തിനാ ഞാൻ ഇത്രയും തെറി പറഞ്ഞ ഈ കുട്ടീനെ? അപ്പോൾ അയാൾ ആ കത്ത് കീറിയിട്ട് വേറൊരു കത്ത് എഴുതി, ആദ്യത്തെ കത്തിനേക്കാൾ മയമുള്ള ഒരു കത്ത്. എന്നിട്ട് അയാൾ ആ കത്ത് മടക്കി വേറൊരു കവറിലിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് അയാൾ ഡ്രൈവർ എടുത്ത് കൊടുത്താൽ ശരിയാവില്ല, അല്ലേ? അയാളുടെ ഡയറിയിൽ വെച്ചു കത്ത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ കത്ത് മറന്നതായിട്ട് അയാൾക്ക് മനസ്സിലായി. അയാൾ കത്ത് മറന്നുപോയി. അയാൾ വീണ്ടും ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ നേരത്ത് അയാൾ പറഞ്ഞു, ഒന്നൊരു വായിച്ചു നോക്കുക. വീണ്ടും വീട്ടിൽ പോയിട്ട് ആ കത്ത് പൊളിച്ചിട്ട് ഇയാൾ വായിച്ചപ്പോൾ ഇയാൾക്ക് തോന്നി, എന്തിനാ ഈ കുട്ടിക്ക് ഞാൻ മറുപടി കൊടുക്കണേ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്നെപ്പോലത്തെ ഒരു മനുഷ്യന് ഈ ചെറിയ കുട്ടിക്ക് എന്തിനാ മറുപടി കൊടുക്കണം? അയാൾ ആ കത്ത് കയറി ബാസ്ക്കറ്റ് ഇട്ട് ആ കുട്ടിക്ക് മറുപടിയും കൊടുത്തില്ല. അവിടെ എന്താ സംഭവിച്ചത്? അയാൾക്ക് ദേഷ്യമൊക്കെ മാറിയപ്പം അയാളെ വിവേകം വർക്ക് ചെയ്തു, അല്ലേ? വികാരം പോയപ്പോൾ വിവേകം വർക്ക് ചെയ്തു. നിങ്ങളും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സുഖം എഴുതാൻ, പേപ്പറും പെന്നൊന്നും വേണ്ട. നിങ്ങൾ ഭർത്താവ് ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ എന്ത് തുണി എന്നാ തുണിക്ക് പറയാം? കൈത്തുണി. ആ ശരി, ആ കൈത്തുണിക്ക് തീ പിടിച്ചപ്പോൾ ഊതി കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കെടുത്താതെ ഭർത്താവ് ഇങ്ങോട്ട് കച്ചറുണ്ടാക്കി പോയാലേ നിങ്ങൾ വോയിസ് ഇടരുത്, അയാൾ കേൾക്കില്ല. ടൈപ്പ് ചെയ്ത് എഴുതി അയക്കുക. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ അപ്പോൾ അയാളൊക്കെ വായിച്ച് നോക്കൂ. അപ്പോൾ കച്ചറുണ്ടാക്കി, അപ്പോൾ അയാൾ നിങ്ങൾക്ക് എഴുതി വിടും. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വികാരം, ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി വായിച്ച് നോക്കും, അല്ലേ? ആ വായിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലാവും. അയാളൊന്ന് ചിന്തിക്കും. ദേഷ്യമുള്ള മനുഷ്യൻ, അയാൾക്ക് പറയാനുള്ളതും അയാൾ എഴുതിയാൽ മതി.